എൻ്റെ എല്ലാ കൂട്ടുകാർക്കും മലയാളത്തിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കേരള പാഠാവലി രണ്ടാമത്തെ യൂണിറ്റ് അനുഭൂതികൾ, ആവിഷ്കാരങ്ങൾ. ആ യൂണിറ്റിലെ ആദ്യത്തെ 2 പാഠഭാഗം നമ്മൾ ആസ്വദിച്ചു കഴിഞ്ഞു. ആ 2 പാഠഭാഗത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രത്യേകതയുണ്ട്. കാരണം 2 പാഠഭാഗത്തും ഒരുപാട് കാലത്തിന് ശേഷമുള്ള ഒരു പുനഃസമാഗമം അല്ലെങ്കിൽ കണ്ടുമുട്ടൽ അല്ലെങ്കിൽ കൂടിച്ചേരലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. വിശ്വരൂപം എന്ന് പറയുന്ന കഥയിൽ ഒരുപാട് കാലത്തിന് ശേഷം മിസിസ് തലത്തും സുധീറും കണ്ടുമുട്ടുന്നു. പ്രിയദർശനം എന്ന് പറയുന്ന കവിതയിൽ ഒരുപാട് കാലത്തിന് ശേഷം ബാല്യകാല സുഹൃത്തുക്കളായിരുന്ന നളിനിയും ദിവാകരനും കണ്ടുമുട്ടുന്നു. ആ പുനഃസമാഗമത്തിന്റെ ഹൃദ്യമായ ആവിഷ്കാരമാണ് പ്രിയദർശനം എന്ന് പറയുന്ന കവിതയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതാണ് നമ്മൾ ആസ്വദിച്ചത്. ഇനി നമുക്ക് ആസ്വദിക്കാനുള്ള 3ാമത്തെ പാഠഭാഗം കടൽ തീരത്ത് എന്ന കഥ. ഈ കഥയിലും ഒരു കണ്ടുമുട്ടൽ തന്നെയാണ് അവതരിപ്പിക്കുന്നത്. അച്ഛനും മകനും തമ്മിലുള്ള കണ്ടുമുട്ടൽ. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന കണ്ടുണ്ണി എന്ന മകനെ കാണാൻ പാഴുതറ എന്ന ഗ്രാമത്തിൽ നിന്ന് യാത്രയാകുന്ന വെള്ളായപ്പൻ എന്ന വൃദ്ധനായ ഒരു അച്ഛൻ്റെ കഥയാണ് കടൽ തീരത്ത് എന്ന കഥയിൽ കഥാകൃത്ത് ആവിഷ്കരിച്ചിട്ടുള്ളത്. വളരെ ഹൃദ്യമായ ഒരു കഥയാണ് കടൽ തീരത്ത് എന്ന കഥ. ഭാവതീവ്രമായ ആഖ്യാന ശൈലി കൊണ്ട് മലയാള സാഹിത്യ ലോകത്ത് വളരെയധികം മികച്ചു നിൽക്കുന്ന, ശോഭിച്ചു നിൽക്കുന്ന ഒരു കഥയാണ് കടൽ തീരത്ത് എന്ന കഥ. ഈ കഥ നമുക്ക് സമ്മാനിച്ചത് OV വിജയൻ എന്ന എക്കാലത്തെയും മലയാള സാഹിത്യത്തിലെ ഉയർന്ന ഒരു ബഹുമുഖ പ്രതിഭയാണ് OV വിജയൻ. അദ്ദേഹം പാലക്കാട് ജില്ലയിലെ മങ്കര എന്ന സ്ഥലത്താണ് ജനിച്ചത്. കാർട്ടൂണിസ്റ്റ് ആയിരുന്നു, കോളമിസ്റ്റ് ആയിരുന്നു, കഥാകൃത്തായിരുന്നു, നോവലിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഖസാക്കിന്റെ ഇതിഹാസം എന്ന് പറയുന്ന നോവൽ മലയാള സാഹിത്യത്തിൽ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ച കൃതിയാണ്. മലയാള സാഹിത്യത്തിൽ ഒരു നവീന മുഖം നൽകിയ ഒരു എഴുത്തുകാരനാണ് OV വിജയൻ. മലയാള സാഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട, ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കൃതിയാണ് ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവൽ. അതുപോലെ ഒട്ടനവധി കൃതികൾ അദ്ദേഹം മലയാളികൾക്കായിട്ട് സമ്മാനിച്ചു. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം, വയലാർ അവാർഡ്, സഞ്ജയൻ പുരസ്കാരം തുടങ്ങിയ ഒട്ടനവധി പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ഖസാക്കിന്റെ ഇതിഹാസം, ധർമ്മപുരാണം, ഗുരുസാഗരം, മധുരം കായതി, പ്രവാചകന്റെ വഴി, തലമുറകൾ തുടങ്ങിയൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ്. അദ്ദേഹത്തിൻ്റെ കടൽ തീരത്ത് എന്ന കഥയാണ് നമുക്ക് ഇനി ആസ്വദിക്കാനുള്ളത്, പഠിക്കാനുള്ളത്. ആ കഥയുടെ ആശയതലത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മകന്റെ മരണശിക്ഷയ്ക്ക് സാക്ഷിയാകാൻ പോകുന്ന വെള്ളായിയപ്പനും വെള്ളായിയപ്പനോടൊപ്പം തേങ്ങുന്ന പാഴുതറ എന്ന ഗ്രാമവുമാണ് കടൽ തീരത്ത് എന്ന കഥയെ മുന്നോട്ട് നയിക്കുന്നത്.
മകന്റെ മരണശിക്ഷയ്ക്ക് സാക്ഷിയാകാൻ പോകുന്ന ഒരു പിതാവിൻ്റെ മനോദുഃഖം എത്രമാത്രം ഉണ്ടായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അത്തരത്തിലുള്ളൊരു മാനസിക അവസ്ഥയാണ് വെള്ളായിയപ്പന് ഇപ്പോൾ ഉള്ളത്. വെള്ളായിയപ്പൻ വീട്ടിൽ നിന്ന് യാത്ര പുറപ്പെടുമ്പോൾ കൂട്ട നിലവിളി വീട്ടിൽ നിന്ന് ഉയർന്നു. ആ നിലവിളി തൊട്ടടുത്ത വീടുകളിലേക്കും ആ വീടുകളിൽ നിന്ന് ആ ഗ്രാമങ്ങളിലേക്കും ആ ദുഃഖവും വിഷാദവും പടരുന്നത് കഥയുടെ ആദ്യ ഭാഗത്ത് അവതരിപ്പിക്കുന്നുണ്ട്. പണമുണ്ടായിരുന്നെങ്കിൽ അമ്മിണിയേടത്തിയും നാഗേലച്ഛനും കോമ്പിപ്പൂശാരിയും പാഴുതറ എന്ന ഗ്രാമത്തിലുള്ളവർ അത്രയും തന്നെ കണ്ണൂരിലേക്ക് പോകുമായിരുന്നു. വെള്ളായിയപ്പന്റെ ആ യാത്ര പാഴുതറ എന്ന ഗ്രാമത്തിന് വേണ്ടിയായിരുന്നു. ഗ്രാമത്തിന്റെ ചില പ്രത്യേകതകൾ, ഗ്രാമീണ മനസ്സുകളുടെ സൗന്ദര്യം, സ്നേഹത്തിന്റെ ആ ഒരു സൗന്ദര്യം കഥയുടെ ആദ്യ ഭാഗത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വെള്ളായിയപ്പന്റെ ദുഃഖം അടുത്തുള്ള വീടുകളിലേക്കും പിന്നീട് ആ ഗ്രാമം മുഴുവനായിട്ട് വ്യാപിച്ചു കിടക്കുന്നു. മറ്റുള്ളവരുടെ ദുഃഖം തൻ്റെയും ദുഃഖമാണെന്ന് കരുതുന്ന ഗ്രാമീണ മനസ്സുകളുടെ നന്മ, അല്ലെ, അവരുടെ ഹൃദയത്തിന്റെ ആ ഒരു വിശാലത അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മാത്രമല്ല, കണ്ടുണ്ണി എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ ഒരു സ്വീകാര്യതയും അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. എന്തിനാണ് വധശിക്ഷയ്ക്ക് വിധിച്ചത് എന്നുള്ളതിനെ കുറിച്ചുള്ള കാര്യകാരണങ്ങളൊന്നും കഥയിൽ കഥാകൃത്ത് അവതരിപ്പിച്ചിട്ടില്ല. പക്ഷേ വെള്ളായിയപ്പന്റെയും വെള്ളായിയപ്പന്റെ മകന്റെയും ഒക്കെ ദുഃഖം മറ്റുള്ളവർക്കും ദുഃഖമായിട്ട്, വേദനയായിട്ട് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കഥയുടെ ആദ്യ ഭാഗത്ത് അവതരിപ്പിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം തീർച്ചയാണ്. കണ്ടുണ്ണി എന്ന് പറയുന്ന കഥാപാത്രം നല്ലൊരു മനുഷ്യ സ്നേഹിയായിരുന്നു. ഗ്രാമത്തിന് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി നന്മകൾ ചെയ്ത, സഹായങ്ങൾ ചെയ്ത ഒരു കഥാപാത്രമായിരുന്നു കണ്ടുണ്ണി. അതുകൊണ്ടാണ് കണ്ടുണ്ണിയുടെ ഇത്തരത്തിലുള്ളൊരു അവസ്ഥ കേട്ടറിഞ്ഞപ്പോൾ എല്ലാവരും സങ്കടപ്പെടുന്നത്. അപ്പോൾ ഗ്രാമത്തിൻ്റെ ആ ഒരു പ്രത്യേകത, ദുഃഖങ്ങൾ പങ്കുവെക്കുന്ന ഗ്രാമത്തിൻ്റെ പ്രത്യേകത കഥയുടെ ആദ്യ ഭാഗത്ത് തന്നെ നമുക്ക് നല്ലതുപോലെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ വെള്ളായിയപ്പൻ യാത്ര തുടങ്ങുന്നു. കുടിയിരുപ്പുകൾ വിട്ട് നെടുവരമ്പത്തുകൂടെ പാടം മുറിച്ചു കടന്ന് യാത്ര അങ്ങനെ മുന്നോട്ടു പോകുന്നു. നീണ്ടുപോകുന്ന ചവിട്ടടിപ്പാതയെ കഥാകൃത്ത് വ്യത്യസ്തമായ രീതിയിൽ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് നമ്മൾ നല്ലതുപോലെ മനസ്സിലാക്കേണ്ടതുണ്ട്. ആരുടെയൊക്കെയോ ദുഃഖസഞ്ചാരങ്ങളുടെ തഴമ്പായി ചവിട്ടടിപ്പാത നീണ്ടുപോകുന്നു എന്നാണ് കഥാകൃത്ത് കഥയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. വെള്ളായിയപ്പൻ വളരെ വലിയൊരു മഹാസങ്കടവും ദുഃഖവും പേറിക്കൊണ്ടാണ് യാത്ര പോകുന്നത്. അതേപോലെ ഇന്നലകളിൽ വലിയ വലിയ ദുഃഖങ്ങൾ പേറിക്കൊണ്ട്, മഹാസങ്കടങ്ങൾ പേറിക്കൊണ്ട് ഒരുപാട് ആളുകൾ ഈ ഒരു ചവിട്ടടിപ്പാതയിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടാകും. അതിന്റെ ഭാഗമായിട്ടുണ്ടായ തഴമ്പ് എന്ന് പറയുന്നു. ആ തഴമ്പ് എന്ന് പറയുന്നത്
ഗ്രാമീണ ജീവിതത്തിന്റെ മഹാസങ്കടങ്ങളെയും കഷ്ടപ്പാടുകളെയുമാണ് സൂചിപ്പിക്കുന്നത് അല്ലെ. തഴമ്പ് എന്ന് പറയുമ്പോൾ വളരെയധികം പരുപരുത്ത ഭാഗവുമായിട്ട് നിരന്തരമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോഴാണ് തഴമ്പ് ഉണ്ടാവുക. അപ്പോൾ ഗ്രാമീണ ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളും ഗ്രാമീണ ജീവിതത്തിന്റെ മഹാസങ്കടങ്ങളും ഒക്കെയാണ് ഇവിടെ തഴമ്പ് എന്നുള്ള രൂപത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ആ തഴമ്പ് ഇങ്ങനെ നീണ്ട് പോകുന്നു എന്നുള്ള രീതിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത് അല്ലെ. ആരുടെയൊക്കെയോ ദുഃഖസഞ്ചാരങ്ങളുടെ തഴമ്പായി ചവിട്ടടിപ്പാത നീണ്ടു പോകുന്നു എന്ന് വെച്ചാൽ ആ മഹാസങ്കടങ്ങളും ദുഃഖങ്ങളും ഒരിക്കലും അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് നീണ്ടു പോകുന്നു എന്നുള്ള ഒരു പ്രയോഗത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ വെള്ളായപ്പന്റെ യാത്ര തുടരുന്നു. വളരെ പരിചിതമായ കാഴ്ചകളാണ് കരിമ്പനപ്പട്ടകളിൽ കാറ്റിരുമ്പുന്നതും അത്തരത്തിലുള്ള ഗ്രാമീണപരമായിട്ടുള്ള കാഴ്ചകളൊക്കെ വെള്ളായപ്പനെ സംബന്ധിച്ചിടത്തോളം പരിചിതമായ കാഴ്ചകളാണ്. പക്ഷേ ഇന്ന് ആദ്യമായി കരിമ്പനപ്പട്ടകളിൽ കാറ്റിരമ്പുന്നത് വെള്ളായപ്പന് അപരിചിതമായി തോന്നി എന്ന് പറയുന്നുണ്ട്. അതിന് കാരണം മറ്റൊന്നുമല്ല, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മകനെ കാണാൻ വേണ്ടിയാണ് വെള്ളായപ്പൻ യാത്ര തുടരുന്നത്. ആ വെള്ളായപ്പൻ അനുഭവിക്കുന്ന വളരെ വലിയ മഹാദുഃഖമുണ്ടല്ലോ, ആ സങ്കടമുണ്ടല്ലോ, അതിന്റെ ഭാഗമായിട്ടൊക്കെയാണ് മനസ്സ് അസ്വസ്ഥമായിരിക്കുന്നത്. അതുകൊണ്ടാണ് കരിമ്പനപ്പട്ടകളിൽ കാറ്റിരമ്പുന്നത് വെള്ളായപ്പന് അപരിചിതമായിട്ട് തോന്നിയത്. അങ്ങനെ പോകുന്ന വേളയിലാണ്, യാത്രാവേളയിൽ വെള്ളായപ്പന് കഴിക്കാൻ വേണ്ടി കോടച്ചി ഭാര്യ തോർത്തിൽ ഒരു പൊതിച്ചോറ് കെട്ടിക്കൊടുത്തത്. ആ പൊതിച്ചോറിന്റെ കഞ്ഞി നനവ് വെള്ളായപ്പന്റെ കയ്യിൽ തട്ടുന്നു. ആ സമയത്ത് ആ കഞ്ഞി നനവ് കണ്ണുനീരിന്റെ നനവായിട്ട് വെള്ളായപ്പന് തോന്നുന്നു. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞത് അച്ഛന്റെ മഹാദുഃഖങ്ങളെക്കുറിച്ചും മഹാസങ്കടങ്ങളെക്കുറിച്ചുമാണ്. ഇപ്പോൾ ഇവിടെ കണ്ടുണ്ണി എന്ന് പറയുന്ന മകനെ കുറിച്ച് ഓർക്കുന്ന, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കണ്ടുണ്ണി എന്ന് പറയുന്ന മകനെ കുറിച്ച് ഓർക്കുന്ന അമ്മയുടെ വേദനയും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു. ആ അമ്മ ആ പൊതിച്ചോറ് കെട്ടിക്കൊടുക്കുമ്പോൾ മകനെ കുറിച്ച് ഓർത്ത് കരഞ്ഞിട്ടുണ്ടാകും. ആ കഞ്ഞി നനവ് കണ്ണുനീരിന്റെ നനവായി വെള്ളായപ്പന് തോന്നുന്നു. വീണ്ടും യാത്ര മുന്നോട്ട് പോവുകയാണ്. പോകുന്ന വേളയിലാണ് വെള്ളായപ്പൻ കുട്ടിയസൻ മാപ്പിളയെ കാണുന്നത്. അവർ തമ്മിൽ ഒരുപാട് സംസാരിക്കുന്നൊന്നുമില്ല. കുട്ടിയസൻ മാപ്പിള ആദരവോടുകൂടി വഴി മാറി നിന്നു. എന്നിട്ട് വെള്ളായിയെ എന്ന് വിളിച്ചു. ആ വിളിയിൽ എല്ലാം ഉണ്ടായിരുന്നു. കരുണയും സാന്ത്വനവും എല്ലാം ആ ഒരു കുട്ടിയസൻ മാപ്പിളയുടെ വെള്ളായിയെ എന്ന വിളിയിൽ നിറഞ്ഞു നിന്നിരുന്നു. വെള്ളായപ്പൻ തിരിച്ച് മരക്കാരെ എന്ന് വിളിക്കുന്നു. മരക്കാരെ എന്ന് പറയുന്ന ഒരു വിളിയിൽ ഒരു അച്ഛൻ്റെ നിസ്സഹായ അവസ്ഥയും വേദനയും സങ്കടവും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. യഥാർത്ഥത്തിൽ കുട്ടിയസൻ മാപ്പിളയും വെള്ളായപ്പനും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ഒരുപാടൊന്നും സംസാരിക്കുന്നില്ല. രണ്ട് കാര്യങ്ങളെ അവർ സംസാരിക്കുന്നുള്ളൂ. ഒരേ ഒരു കാര്യമേ അവർ സംസാരിക്കുന്നുള്ളൂ. രണ്ടുപേരും പരസ്പരം പേര് വിളിക്കുന്നു. വെള്ളായിയെ, മരക്കാരെ. അപ്പോൾ ആ വിളികളിൽ മഹാദുഃഖത്തിൻ്റെയും മഹാസങ്കടത്തിൻ്റെയും ആ ഒരു മൗനം വാചാലമാകുന്ന അവസ്ഥ കഥയിലുടനീളം നമുക്ക് ദർശിക്കാൻ സാധിക്കും. അതിൻ്റെ ആദ്യ ഭാഗമാണ് ഇത്. വെള്ളായപ്പൻ്റെ മരക്കാറെ എന്നുള്ള വിളിയിൽ ആ ഒരു അച്ഛൻ്റെ നിസ്സഹായ അവസ്ഥയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് കഥാകൃത്ത് അവരെന്തൊക്കെ സംസാരിച്ചിട്ടുണ്ടാകാം എന്നുള്ളതിനെ കുറിച്ച് ചില കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് നോക്കാം. മരക്കാരെ, നിങ്ങൾക്ക് ഞാൻ 15 ഉറുപ്പിക കടം വീട്ടാനുണ്ട്. അല്ല, 15 ഉറുപ്പികയും 4 അണയും.
വെള്ളായി, ഈ യാത്രയിൽ അതിനെക്കുറിച്ച് ഓർക്കരുത്. മരക്കാരെ, ഇനി ഒരിക്കലും എനിക്കത് വീട്ടാൻ കഴിഞ്ഞെന്നു വരില്ല. അപ്പോൾ കുട്ടിയസൻ മാപ്പിള പറയാണ്, വീട്ടാത്ത കടങ്ങൾ പടച്ചവന്റെ സൂക്ഷിപ്പുകളാണ്, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. എൻ്റെ ഉള്ളു പൊട്ടുന്നു, എൻ്റെ പ്രാണൻ പറയുന്നു. വെള്ളായി അപ്പന്റെ മരക്കാരെ എന്ന വിളിയിൽ ഒരു നിസ്സഹായ അവസ്ഥ വളരെ ശക്തമായ രീതിയിൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു. വെള്ളായി അപ്പൻ കുട്ടിയസൻ മാപ്പിളയ്ക്ക് 15 രൂപയും 4 അണയും കൊടുക്കാനുണ്ട്. അതിനി ഒരിക്കലും എനിക്ക് തരാൻ കഴിയില്ല. അത്രയധികം വെള്ളായി അപ്പനെ ദാരിദ്ര്യം വേട്ടയാടുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് മറുപടിയാണ് വളരെയധികം ചിന്തനീയമായ കാര്യം. ഈ യാത്രയിൽ അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. കടം വീട്ടാനുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കരുത്. വീട്ടാത്ത കടങ്ങൾ പടച്ചവന്റെ സൂക്ഷിപ്പുകളാണ് എന്നാണ് പറയുന്നത്. ദൈവം എല്ലാം കാണുന്നുണ്ട്. ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസമുണ്ടാകുന്ന സമയത്ത് അവരെ സഹായിക്കുന്നത്, അവർക്ക് പണം കടം കൊടുക്കുന്നത് ഒരു നന്മ നിറഞ്ഞ പ്രവൃത്തിയാണ്. അത്തരത്തിലുള്ള ഒരു നന്മ നിറഞ്ഞ പ്രവൃത്തി ഇവിടെ കുട്ടിയസൻ മാപ്പിള ചെയ്തു. അതുകൊണ്ട് തന്നെ അതിനുള്ള കൃത്യമായ പ്രതിഫലം ദൈവം തരുക തന്നെ ചെയ്യും. മാത്രമല്ല, വീട്ടാത്ത കടങ്ങൾ പടച്ചവന്റെ സൂക്ഷിപ്പുകളാണ് എന്ന് പറയുമ്പോൾ പടച്ചവന്റെ കയ്യിലെ നന്മയുടെ സൂക്ഷിപ്പുകളായിട്ട് അതെന്നും നിലനിൽക്കും. എല്ലാം ദൈവം അറിയുന്നുണ്ട്. പടച്ചവന്റെ കയ്യിലെ നന്മയുടെ സൂക്ഷിപ്പുകളായിട്ട് അതെന്നും നിലനിൽക്കും. അതുകൊണ്ട് തന്നെ ഞാൻ തന്ന പണം ഒരിക്കലും എനിക്ക് നഷ്ടപ്പെടില്ല എന്നൊക്കെ ഉള്ള ചിന്തയാണ് അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെയൊക്കെയാണ് കുട്ടിയസൻ മാപ്പിളയും മരക്കാരും തമ്മിൽ സംസാരിച്ചിട്ടുണ്ടാകുക എന്നുള്ളൊരു കാര്യം മൗനത്തിലൂടെ അല്ലെ കഥാകൃത്ത് നമുക്ക് പകർന്നു നൽകുകയാണ് ചെയ്യുന്നത്. പിന്നെയും കുട്ടിയസൻ മാപ്പിള ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. പടച്ചവൻ തുണയ്ക്കട്ടെ, മുത്തുനബി തുണയ്ക്കട്ടെ, എൻ്റെയും നിന്റെയും ദൈവങ്ങൾ തുണയ്ക്കട്ടെ എന്ന് പറയുന്നുണ്ട്. നന്മ നിറഞ്ഞ ഒരു ഗ്രാമീണ മനസ്സ് അവിടെ ശക്തമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ വേദന സ്വന്തം വേദനയായിട്ട് കണക്കാക്കിക്കൊണ്ട് മതത്തിൻ്റെ യാതൊരു തരത്തിലുള്ള വേർതിരിവുമില്ലാതെ ഞാനും നീയും എന്നുള്ളൊരു ഭാവം ഇല്ലാതെ എല്ലാം നമ്മളായി മാറുന്ന ആ ഗ്രാമീണ മനസ്സിൻ്റെ നന്മ അവിടെ നമുക്ക് നല്ലതുപോലെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കുട്ടിയസൻ മാപ്പിള ഇങ്ങനെ പറയുന്നത്, പടച്ചവൻ തുണയ്ക്കട്ടെ, മുത്തുനബി തുണയ്ക്കട്ടെ, നിന്റെയും എൻ്റെയും ദൈവങ്ങൾ തുണയ്ക്കട്ടെ. മതത്തിൻ്റെ വേർതിരിവില്ലാത്ത ഗ്രാമീണ നന്മയുടെ ഗ്രാമീണ മനസ്സിൻ്റെ ആ ഒരു നന്മയെ നമുക്കവിടെ നല്ലതുപോലെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. പിന്നീടും വെള്ളായപ്പൻ്റെ യാത്ര മുന്നോട്ട് പോവുകയാണ്. ആ സമയത്താണ് നീലിമണ്ണാത്തിയെ കാണുന്നത്. അവരും ഒരുപാട് കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല. നീലി വെള്ളായച്ചോ എന്ന് പറയുന്നു. അത്രമാത്രം. വെള്ളായപ്പൻ നീലിയെ എന്ന് തിരിച്ച് മറുവിളി കൊടുക്കുന്നു. അത്രമാത്രം. പക്ഷേ ആ 2 സംഭാഷണങ്ങളിൽ എല്ലാം നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ചില ദുഃഖങ്ങളൊന്നും പറഞ്ഞറിയിക്കാൻ വാക്കുകൾക്ക് സാധിക്കുകയില്ല, വാക്കുകളാൽ പറഞ്ഞറിയിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ വെള്ളായപ്പൻ്റെ ആ ഒരു ദുഃഖം എത്രമാത്രം ഉണ്ട് എന്നുള്ളൊരു കാര്യം, ആ ദുഃഖത്തെ ആ ഗ്രാമത്തിലെ എല്ലാവരും എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ളൊരു കാര്യം, മതത്തിൻ്റെ യാതൊരു തരത്തിലുള്ള വേർതിരിവുമില്ല. നീലിമണ്ണാത്തി എന്ന് പറയുമ്പോൾ സമൂഹത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിലുള്ളൊരു വിഭാഗമാണ്. അവർക്കിടയിൽ പോലും ജാതിയുടെയോ മതത്തിൻ്റെയോ വേർതിരിവില്ലാതെ
മനുഷ്യ പ്രശ്നം മാത്രമായിട്ട് കണക്കാക്കിക്കൊണ്ട് ആ വെള്ളായപ്പന്റെ വേദനയിൽ ജാതി മതഭേദമന്യേ എല്ലാവരും പങ്കുചേരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വെള്ളായപ്പന്റെ യാത്ര പിന്നെയും തുടരുന്നു. അങ്ങനെ നടന്ന് പുഴമണലിൽ നിന്ന് പുഴയിലേക്കിറങ്ങി നടക്കുന്നു. പുഴയുടെ നടുക്കെത്തിയപ്പോൾ രണ്ടനുഭവങ്ങൾ വെള്ളായപ്പന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. ഒന്ന്, അപ്പന്റെ ശവം കുളിപ്പിച്ച ഓർമ്മ. മറ്റൊന്ന്, ചെറുപ്പത്തിൽ മകനെ കുളിപ്പിച്ച ഓർമ്മ. ആ ഇളം ചൂടുള്ള വെള്ളം ഇതൊക്കെയും വെള്ളായപ്പനെ ഓർമ്മപ്പെടുത്തുന്നു. അവിടെ നമുക്ക് നല്ലതുപോലെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കണം. ആ ഇളം ചൂടുള്ള വെള്ളം എന്തൊക്കെയാണ് വെള്ളായപ്പനെ ഓർമ്മപ്പെടുത്തുന്നത് എന്നുള്ളത്. അച്ഛൻ്റെ ശവം കുളിപ്പിച്ച ഓർമ്മ എന്ന് പറയുമ്പോൾ അച്ഛന് സംഭവിച്ചത് മകനും സംഭവിക്കാൻ പോകുന്നു എന്നുള്ളൊരു ചിന്തയാണ് അവിടെ അവതരിപ്പിക്കുന്നത്. അച്ഛൻ്റെ ശവം കുളിപ്പിച്ചു എന്ന് പറയുമ്പോൾ അച്ഛൻ മരിച്ചിരിക്കുന്നു. അതേപോലെ ഒരു മരണം, അല്ലെ, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മകനും സംഭവിക്കാം എന്നുള്ളൊരു ചിന്തയൊക്കെ ആ ഒരു വെള്ളായപ്പന്റെ മനസ്സിലേക്ക് ആ ഇളം ചൂടുള്ള വെള്ളം ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ പകർന്ന് ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ വെള്ളായപ്പന്റെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം, അച്ഛന് സംഭവിച്ചതും മകന് സംഭവിക്കാൻ പോകുന്നതുമായ കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് നല്ലതുപോലെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നടന്നു പോകുന്ന വേളയിൽ ആരുമില്ലാത്ത സമയത്ത് വെള്ളായപ്പൻ പൊട്ടി കരയുന്നുണ്ട്. ആദ്യ ഭാഗത്തൊന്നും വെള്ളായപ്പൻ ആ ഉള്ളിലെ ദുഃഖമൊക്കെ വളരെയധികം മനസ്സിൽ തന്നെ ഒതുക്കി നടക്കുകയായിരുന്നു. ഇപ്പോൾ ആരുമില്ലാത്ത ആ ഒരു സമയത്ത് വെള്ളായപ്പൻ പൊട്ടി കരയുന്നുണ്ട്. അങ്ങനെ വെള്ളായപ്പൻ തീവണ്ടി ആഫീസിലെത്തി, ടിക്കറ്റ് എടുത്തു. ഒരു പ്ലാറ്റ്ഫോമിൽ തീവണ്ടിയും കാത്ത് ബെഞ്ചിലിരിക്കുന്നു. അകലെ സൂര്യൻ താഴുന്നു. കരിമ്പനകൾക്ക് മുകളിലൂടെ കൂടണയാൻ വേണ്ടി പറന്നു പോകുന്ന അസ്തമയത്തിന്റെ പക്ഷികൾ. ഈ കാഴ്ചകളൊക്കെ, അസ്തമയത്തിന്റെ ചില കാഴ്ചകളൊക്കെ വെള്ളായപ്പനെ ചില ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. മുണ്ടകൻ പാടത്തിന്റെ വരമ്പിലൂടെ തൻ്റെ ചെറുവിരലും പിടിച്ചുകൊണ്ട് മകൻ അസ്തമയത്തിന്റെ പക്ഷികളെ നോക്കി അത്ഭുതപ്പെട്ട അത്തരത്തിലുള്ളൊരു ഓർമ്മ വെള്ളായപ്പന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നു. മറ്റൊരോർമ്മ അസ്തമയത്തിലൂടെ പാടത്തേക്ക് ഇറങ്ങി നടക്കുന്ന സ്വന്തം അപ്പനെ കുറിച്ചുള്ള ഒരോർമ്മയും വെള്ളായപ്പന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. രണ്ട് ചിത്രങ്ങൾ, അവയ്ക്കിടയിൽ രണ്ട് പേരുകൾക്കിടയിൽ എന്ന പോലെ, രണ്ട് വാക്കുകൾക്കിടയിൽ എന്ന പോലെ എന്തിൻ്റെയൊക്കെയോ നിറവ്. അവിടെ ആ അസ്തമയത്തിന്റെ ചില കാഴ്ചകൾ, ചില ഓർമ്മകളിലേക്ക് വെള്ളായപ്പനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് നമുക്ക് ചില സന്ദേശങ്ങൾ, നമുക്ക് ചില ചിന്തകൾ നൽകുന്നുണ്ട്. അസ്തമയം എന്ന് പറയുന്നത് ഒരു തരത്തിൽ മരണം തന്നെയാണ്. അനിവാര്യമായ വിയോഗമാണ് അസ്തമയം എന്ന് പറയുന്നത്. ഇവിടെ തൻ്റെ അപ്പൻ അസ്തമിച്ചിരിക്കുന്നു, മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി തൻ്റെ മകനും അസ്തമിക്കാൻ പോകുന്നു എന്നുള്ള ചിന്ത. നേരത്തെ പുഴയിലൂടെ നടന്ന് നടുക്കെത്തിയപ്പോൾ ഇളം ചൂടുള്ള വെള്ളം വെള്ളായപ്പനെ ചിലത് ഓർമ്മിപ്പിച്ചു, അല്ലെ? അപ്പന്റെ ശവം കുളിപ്പിച്ചതും മകനെ കുളത്തിൽ കുളിപ്പിച്ചതും ആ അനുഭവം
അപ്പൻ മരിച്ചതിനെയും ഇനി മകൻ മരിക്കാൻ പോകുന്നതിനെയും ആണ് അവതരിപ്പിക്കുന്നത് എന്നുള്ളത്, അത്തരത്തിൽ ഓർമ്മകളാണ് വെള്ളായപ്പന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെയാണ് ഇവിടെയും. അച്ഛൻ അസ്തമിച്ചിരിക്കുന്നു, ഇനി മകൻ അസ്തമിക്കാൻ മരിക്കാൻ പോകുന്നു എന്നുള്ള ചിന്ത. ആ വെള്ളായപ്പൻ ഇരുന്ന ബെഞ്ചിന്റെ ബാക്കിയുള്ള ഭാഗത്ത് ഒരു കാരണവര് വന്നിരിക്കുന്നു. കാരണവര് വെള്ളായപ്പനോട് ചില കാര്യങ്ങൾ ചോദിക്കുന്നു, പരിചയപ്പെടാൻ ആഗ്രഹിക്കുന്നു. കോയമ്പത്തൂർക്കോ എന്ന് ചോദിക്കുന്നു. കണ്ണൂർക്ക് എന്ന് വെള്ളായപ്പൻ പറഞ്ഞു. ഞാന് കോയമ്പത്തൂർക്കാണ്. ഓ, കണ്ണൂർ വണ്ടി 10 മണിയാകും. ഓ, കണ്ണൂർ എന്താ പണി? വിശേഷിച്ച് ഒന്നുമില്ല, വെറുതെ പുഗ്ഗാണ്. അപ്പൊ അവിടെ ഒരു ഗ്രാമീണ കർഷകന്റെ, പാലക്കാടൻ ഗ്രാമത്തിലെ ഒരു നാട്ടുഭാഷയുടെ പ്രത്യേകതകളൊക്കെ വെള്ളായപ്പന്റെ ആ ഒരു സംഭാഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ അപരിചിതന്റെ സംഭാഷണങ്ങൾ ഒരു കൊലക്കയറിനെ പോലെ വെള്ളായപ്പന്റെ കഴുത്തിൽ ചുറ്റിമുറുകി എന്നാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ എങ്ങോട്ടാണ് പോകുന്നു എന്നുള്ള ചോദ്യമൊക്കെ സ്വാഭാവികമായിട്ട് കണ്ണൂരിലെ മകനെ കുറിച്ചുള്ള ചിന്തകളിലേക്ക് വെള്ളായപ്പനെ നയിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വെള്ളായപ്പനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അസഹ്യമാണ്, സഹിക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ടാണ് കൊലക്കയറിനെ പോലെ, അല്ലെ, അപരിചിതന്റെ സംഭാഷണം ഒരു കൊലക്കയറിനെ പോലെ വെള്ളായപ്പന് അനുഭവപ്പെടുന്നത്. മകന്റെ കഴുത്തിൽ കൊലക്കയറ് മുറുകാൻ പോകുന്നു എന്നുള്ള ചിന്തയുമായിട്ടാണ് വെള്ളായപ്പൻ ഇവിടെ ഇരിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ മറ്റു ബാഹ്യ ഇടപെടലുകളൊക്കെ വെള്ളായപ്പനെ വളരെയധികം വീർപ്പുമുട്ടിക്കുന്നു. അപരിചിതന്റെ വാക്കുകളൊക്കെ ഒരു കൊലക്കയറിനെ പോലെ വെള്ളായപ്പന്റെ കഴുത്തിൽ ചുറ്റി മുറുകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രയോഗമാണ് കേട്ടോ. പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട്, അപരിചിതന്റെ സംഭാഷണം ഒരു കൊലക്കയറിനെ പോലെ വെള്ളായപ്പന്റെ കഴുത്തിൽ ചുറ്റി മുറുകി എന്നുള്ളത് കൊണ്ട് എന്തൊക്കെയാണ് അവതരിപ്പിക്കുന്നത് എന്നുള്ളത് കേട്ടോ. നമ്മളത് മനസ്സിലാക്കി മകന്റെ അവസ്ഥ എന്താകുമെന്നതിനെ കുറിച്ച് ഓർത്ത്, അല്ലെ, വധശിക്ഷയ്ക്ക് സാക്ഷിയാകാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ അത്തരമൊരു മാനസിക അവസ്ഥയിലാണ് വെള്ളായപ്പൻ നിൽക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള അപരിചിതന്റെ സംഭാഷണം ഒരു കൊലക്കയറിനെ പോലെ വെള്ളായപ്പന്റെ കഴുത്തിൽ ചുറ്റിമുറുകുന്നു. ബാഹ്യപരമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഇടപെടലുകളൊക്കെ വെള്ളായപ്പനെ വീർപ്പുമുട്ടിക്കുന്നു എന്നുള്ളൊരു കാര്യമൊക്കെ അവിടെ നമുക്ക് നല്ലതുപോലെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആ അപരിചിതന്റെ ട്രെയിൻ വന്നപ്പോൾ, കോയമ്പത്തൂർക്ക് പോകാനുള്ള ട്രെയിൻ നേരത്തെ വന്നപ്പോൾ അപരിചിതൻ പോകുന്നു, വെള്ളായപ്പൻ ഒറ്റയ്ക്കാകുന്നു. അങ്ങനെ വെള്ളായപ്പൻ ഉറങ്ങുന്നു. ഉറക്കത്തിൽ തൻ്റെ മകനായ കണ്ടുണ്ണിയെ സ്വപ്നം കാണുന്നുണ്ട്. പിന്നീട് ട്രെയിൻ വരുന്നു. ട്രെയിൻ വന്നതിൻ്റെ ചില അവസ്ഥകളൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. പാഴുതറ എന്ന ഗ്രാമത്തിൽ നിന്ന് ആദ്യമായാണ്, അല്ലെങ്കിൽ മറ്റു ലോകങ്ങളൊക്കെ വളരെയധികം അപരിചിതമാണ്. അതുകൊണ്ട് തന്നെ ട്രെയിനിൽ എവിടെ കയറണം, എങ്ങനെ കയറണം എന്നതിനെക്കുറിച്ചൊന്നും അറിയാത്ത, നിരക്ഷരനായ, ലോകപരിചയമില്ലാത്ത ഒരു വ്യക്തിയുടെ അവസ്ഥ ട്രെയിൻ വന്ന സമയത്ത് ട്രെയിനിൽ എങ്ങനെ കയറണം എന്നതുമായി ബന്ധപ്പെട്ട ചില സംഭാഷണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലേ? ഇത് 1-ാം ക്ലാസ് ആണ് കാരണവരെ തന്നെ, അപ്പുറത്തെ പെട്ടിയിൽ റിസർവ്ഡ് ആണ് തന്നെ, അങ്ങനെ പറയുന്ന ആ സംഭാഷണങ്ങളൊക്കെ ആ ഒരു കൂടുതൽ ലോകപരിചയമില്ലാത്ത വെള്ളായപ്പന്റെ അവസ്ഥയെക്കുറിച്ചുള്ള ചിന്തകൾ നമുക്ക് നൽകുന്നുണ്ട്. അങ്ങനെ തീവണ്ടിയിൽ കയറുന്നു. ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ല. പക്ഷേ അതിൽ വെള്ളായപ്പന് അത്രയൊന്നും പരിഭവമില്ല. പിടിച്ചു നിൽക്കാൻ, ഞാൻ നിന്നുകൊള്ളാം, എനിക്ക് ഉറങ്ങേണ്ട, ഈ രാത്രിയിൽ എൻ്റെ മകൻ ഉറക്കമിളയ്ക്കുന്നു.
എനിക്ക് ഉറങ്ങേണ്ട എൻ്റെ മകൻ ഈ രാത്രി ഉറങ്ങുന്നുണ്ടാവില്ല. അപ്പോൾ മകനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണ് അല്ലേ. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ നിന്ന് യാത്ര ചെയ്യാം എന്ന് പറയുന്നു. അങ്ങനെ തീവണ്ടി കണ്ണൂരിൽ എത്തുന്നു. കണ്ണൂരിലെത്തിയപ്പോൾ നേരം പുലർന്നിട്ടില്ല. വെള്ളായിയപ്പൻ ചീട്ട് ഗേറ്റിൽ തിരിച്ചേൽപ്പിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി. ആകാശത്തിന്റെ ഇരുട്ടിൽ അകലെ എവിടെയോ വിടരുന്ന പുലരിയുടെ സൂചന, പ്രഭാതമാകുന്ന ആ ഒരു അവസ്ഥയെ അവതരിപ്പിച്ചിരിക്കുന്നു. ആ ഒരു അവസ്ഥ വെള്ളായിയപ്പന്റെ ജീവിതവുമായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട്. അങ്ങനെയും നമുക്ക് ആ ഒരു പ്രയോഗത്തെ വിലയിരുത്താൻ സാധിക്കും. ആകാശത്തിന്റെ ഇരുട്ട് എന്ന് പറയുന്നത് വെള്ളായിയപ്പന്റെ ദുഃഖസാന്ദ്രമായ മനസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. അകലെ എവിടെയോ വിടരുന്ന പുലരി എന്ന് പറയുന്ന പ്രയോഗം പ്രതീക്ഷയെ, വെള്ളായിയപ്പന്റെ പ്രതീക്ഷയെ കൂടി സൂചിപ്പിക്കുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. പുറത്തിറങ്ങിയ വെള്ളായിയപ്പനോട് പുറത്ത് കൂട്ടം കൂടി നിന്ന കുതിരവണ്ടിക്കാർ ആരും തന്നെ കുതിരവണ്ടി വേണോ എന്ന് ചോദിക്കുന്നില്ല. എന്തുകൊണ്ടായിരിക്കും കുതിരവണ്ടിക്കാർ വെള്ളായിയപ്പനോട് കുതിരവണ്ടി വേണോ എന്ന് ചോദിക്കാത്തത്? അതിന് കാരണം നാഗരിക സമൂഹത്തിന്റെ ഒരു പ്രത്യേകതയാണ്. പണമാണ് അവരുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. പണത്തെ മുൻനിർത്തിക്കൊണ്ടാണ് അവർ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ വെള്ളായിയപ്പനെ കാണുന്ന സമയത്ത് തന്നെ വെള്ളായിയപ്പന്റെ ആ ഒരു രൂപവും ഭാവവും വളരെയധികം സാധുവായ, ഗ്രാമീണനായ, സമ്പന്നനല്ലാത്ത ആ രൂപഭാവങ്ങൾ കണ്ടപ്പോൾ കുതിരവണ്ടിക്കാർ ആരും തന്നെ വെള്ളായിയപ്പനോട് കുതിരവണ്ടി വേണോ എന്ന് ചോദിക്കുന്നില്ല. നമ്മൾ ഗ്രാമത്തിന്റെ ഒരു അവസ്ഥ ആദ്യം, വെള്ളായിയപ്പൻ കണ്ണൂരിലേക്ക് യാത്ര തിരിക്കുന്ന സമയത്ത് ഗ്രാമത്തിലെ ആളുകൾ എങ്ങനെയാണ് വെള്ളായിയപ്പനോട് ഇടപഴകിയത് എന്നുള്ള ഒരു കാര്യമൊക്കെ മനസ്സിലാക്കി അല്ലെ. വെള്ളായിയപ്പന്റെ വേദനയിൽ എല്ലാവരും പങ്കുചേരുന്നു. അത്തരത്തിലുള്ള ഒരു ഹൃദ്യമായ ആത്മബന്ധം ആ ഒരു ഗ്രാമങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പക്ഷേ നഗരത്തിലെത്തിയപ്പോൾ നാഗരിക സമൂഹം വെള്ളായിയപ്പനോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. കുതിരവണ്ടി വേണോ എന്ന് ചോദിക്കുന്നില്ല. മാത്രമല്ല, ജയിലിലേക്ക് എങ്ങനെയാണ് പോവുക എന്നുള്ളത് ചോദിച്ചപ്പോൾ പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അവരെ കട്ടാൽ മതി, ജയിലിൽ എത്തിച്ചേരാം എന്ന് പറയുന്നു. അപ്പോൾ വളരെയധികം പരിഹസിക്കുന്ന, മറ്റുള്ളവരെ സഹായിക്കാത്ത ആ ഒരു നാഗരിക സമൂഹത്തിന്റെ ചിന്തയും മനോഭാവവും ഒക്കെ ആ ഒരു പ്രയോഗത്തിലൂടെ കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള അപരിചിതരുടെ സ്വരങ്ങളൊക്കെ കഴുത്തിന് ചുറ്റും പിരിഞ്ഞു മുറുകി വെള്ളായപ്പന് ശ്വാസം മുട്ടി എന്ന് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മറ്റുള്ളവരുടെ വേദനയും പ്രയാസവും ഒക്കെ കണ്ട് അവർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സാഹചര്യം നാഗരിക സമൂഹത്തിലില്ല. അതുകൊണ്ടൊക്കെ തന്നെ വെള്ളായപ്പന് അത് വളരെയധികം അസഹ്യമായിട്ട് തോന്നുന്നുണ്ട്. അങ്ങനെ ആരോ വഴി പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ വെള്ളായപ്പൻ ജയിലിലെത്തുന്നു, ജയിലിന്റെ പടിക്കലെത്തുന്നു. അവിടെ പാറാവുകാരൻ വെള്ളായപ്പനെ തടയുന്നു. പാറാവുകാരൻ ആദ്യം വളരെ പരുഷമായ രീതിയിലാണ് വെള്ളായപ്പനോട് സംസാരിക്കുന്നത്. പിന്നീട് വെള്ളായപ്പൻ ആ മുണ്ടിന്റെ കോന്തലയിൽ കെട്ടിവെച്ചിരുന്ന ഒരു മഞ്ഞക്കടലാസ് പാറാവുകാരനെ കാണിച്ചു കൊടുക്കുന്നു. ആ ഒരു സമയത്ത് പാറാവുകാരന്റെ മുഖം വളരെയധികം കനിവുള്ളതായിട്ട് മാറുന്നു. നാളെയാണ് മകന്റെ വധശിക്ഷ എന്നുള്ളൊരു കാര്യം പാറാവുകാരൻ ആ ഒരു മഞ്ഞക്കടലാസിൽ എഴുതി വെച്ചത് വായിച്ച് വെള്ളായപ്പനോട് പറയുന്നു. വെള്ളായപ്പന്റെ ആ ഒരു അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ അവതരിപ്പിക്കുന്നുണ്ട്. വെള്ളായപ്പന്റെ കണ്ണുകൾ വിടർന്നു, അവയിൽ അന്താളിപ്പ് നിറഞ്ഞു. തന്നെ വെള്ളായപ്പൻ പറഞ്ഞു,
അങ്ങനെ ആ ഒരു പാറാവുകാരൻ വെള്ളായപ്പനോട് ഇരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നു. അവിടെ വളരെയധികം ക്ഷമയോട് കൂടിയിട്ട് അമ്പലത്തിലെ നട തുറക്കാൻ കാത്തിരിക്കുന്നത് പോലെ വെള്ളായപ്പൻ കാത്തിരിക്കുന്നു. വെള്ളായപ്പനോട് ചായ വേണോ എന്ന് പാറാവുകാരൻ ചോദിക്കുന്നുണ്ട്. വെള്ളായപ്പൻ വേണ്ട എന്ന് മറുപടി പറയുന്നു. എൻ്റെ മകൻ ഈ രാത്രിയിൽ ഉറങ്ങിയിട്ടുണ്ടാവില്ല, ഉറങ്ങാതെ ഉണർന്നിട്ടുണ്ടാവില്ല. ഉറങ്ങാതെ ഉണരാതെ എങ്ങനെ അവന് ചായ കുടിക്കാൻ മനസ്സ് വരും? ആ സമയത്ത് വെള്ളായപ്പന്റെ കൈകൾ കോടച്ചി വഴിയാത്രയിൽ കഴിക്കുന്നതിന് വേണ്ടി കൊടുത്ത പൊതിച്ചോറിൽ തട്ടുന്നു. ആ സമയത്ത് വെള്ളായപ്പൻ പറയുന്നു, നിന്റെ അമ്മ യാത്രാവേളയിൽ കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തന്നതാണ് ഈ പൊതിച്ചോറ്. ഇപ്പോൾ ഇത് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ, അതും പുളിച്ചു പോയിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ വെള്ളായപ്പൻ എന്ന് പറയുന്ന അച്ഛന്റെ ധർമ്മസങ്കടവും നിസ്സഹായ അവസ്ഥയും അവിടെ നമുക്ക് നല്ലതുപോലെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു ദാരിദ്ര്യവും അല്ലെ, ആ ഒരു അച്ഛൻ ആകെ കൊടുക്കാൻ ഉള്ളത് ഈ പൊതിച്ചോറ് മാത്രമാണ്. അത് തനിക്ക് വേണ്ടി കോടച്ചി തന്നതാണെങ്കിൽ പോലും അത് മാത്രമേ കയ്യിലുള്ളൂ. അത് മകന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും സമയം വരെ കരുതി വെച്ചു. പക്ഷെ ആ പൊതിച്ചോറും പൊളിച്ചു പോയിരിക്കുന്നു. അതിലൂടെ ആ അപ്പന്റെ ധർമ്മസങ്കടവും നിസ്സഹായ അവസ്ഥയും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം ഒരു പാറാവുകാരൻ വെള്ളായപ്പനെ ജയിലിന്റെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. വെള്ളായപ്പനും മകനും തമ്മിൽ കണ്ടുമുട്ടുന്നതിന്റെ കൃത്യമായ ആവിഷ്കാരം. കൂടുതലായിട്ടൊന്നും അവർ സംസാരിക്കുന്നില്ല. വെള്ളായപ്പൻ മകനെ എന്ന് വിളിക്കുന്നു. മകൻ കണ്ടുണ്ണി അപ്പ എന്ന് വിളിക്കുന്നു. ഈ രണ്ട് വിളികൾ മാത്രമാണ് പരസ്പരം കാണുമ്പോൾ അവർ തമ്മിൽ നടത്തുന്ന സംഭാഷണം. വാക്കുകൾക്ക് അതീതമാണ് അവർക്കിടയിലെ ദുഃഖത്തിന്റെ തോത്, ദുഃഖത്തിന്റെ അവസ്ഥ. ചില ദുഃഖങ്ങളൊന്നും വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മകനെ കുറിച്ചോർത്ത് ആ മകനെ നേരിട്ട് കാണുമ്പോൾ ഇനി കാണാൻ സാധിക്കില്ലല്ലോ എന്നുള്ള ചിന്തയുടെ ഭാഗമായിട്ടൊക്കെയുള്ള ആ ഒരു ദുഃഖം. അതേപോലെ മകനും ഇനി തൻ്റെ അപ്പനെ കാണാൻ കഴിയില്ലല്ലോ, അവസാനമായിട്ടാണല്ലോ ഞാൻ എൻ്റെ അപ്പനെ കാണുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു മഹാദുഃഖം ഇരുവരുടെയും മനസ്സിലുണ്ട്. ആ ദുഃഖം മൗനത്തിലൂടെയാണ് പങ്കുവെക്കുന്നത്. അതെന്തൊക്കെയാണ് എന്നുള്ളത് കഥാകൃത്ത് പിന്നെ കഥാകൃത്തിന്റെ രീതിയിലായിട്ട് വ്യാഖ്യാനിക്കുകയാണ് അടുത്ത ഭാഗത്ത് ചെയ്യുന്നത്. എന്തൊക്കെയാണത്? മകനെ, നീ എന്തു ചെയ്തു? എനിക്ക് ഓർമ്മയില്ല അപ്പ. മകനെ, നീ കൊലപാതകം നടത്തിയോ? എനിക്ക് ഓർമ്മയില്ല. സാരമില്ല മകനെ, ഇനിയൊന്നും ഓർമ്മിക്കേണ്ടതില്ല. പാറാവുകാർ ഓർമ്മിക്കുമോ? ഇല്ല മകനെ. അച്ഛൻ എൻ്റെ വേദന ഓർമ്മിക്കുമോ? ഉച്ചസ്ഥായിലുള്ള നിശബ്ദമായ നിലവിളി. ഉച്ചസ്ഥായിലുള്ള നിശബ്ദമായ നിലവിളി എന്നാണ് പറയുന്നത്. മൗനമാണ് അവിടെ വാചാലമാകുന്നത്. ആ ദുഃഖത്തെക്കുറിച്ചൊക്കെയുള്ള ചിന്ത മൗനത്തിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പാ, എന്നെ തൂക്കിക്കൊല്ലാൻ സമ്മതിക്കരുതേ. ആ രണ്ടു വാക്കുകൾക്കിടയ്ക്ക് ഈ വിനിമയം അത്രയും. ഏതാണ് ആ രണ്ടു വാക്ക്? പരസ്പരം അപ്പ, മകനെ എന്ന് പറയുന്ന ആ രണ്ടു വാക്കുകൾക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങനെ അവസാനത്തെ ആ ഒരു നോട്ടവും നോക്കി അതിലൂടെ ഒരു ശ്രദ്ധാഞ്ജലി ഒക്കെ അർപ്പിച്ചുകൊണ്ട് പാറാവുകാരൻ സമയമായി എന്ന് പറഞ്ഞപ്പോൾ അവസാനത്തെ ഒരു നോട്ടമോ നോക്കി അവർ പിരിയുന്നു.
ജയിലിന്റെ പരിസരങ്ങളിൽ വെള്ളായിയപ്പൻ അങ്ങുമിങ്ങുമായി കാത്തുകിടന്നു. സമയം ഉച്ചയായി, രാത്രിയായി. പുലർച്ചയ്ക്ക് മുമ്പുള്ള കൊമ്പുവിളി വെള്ളായിയപ്പൻ കേട്ടു. അത് വധശിക്ഷയുടെ ചടങ്ങാണ് എന്നുള്ളത് വെള്ളായിയപ്പന് അറിയില്ലായിരുന്നു. 5 മണിക്കാണ് വധശിക്ഷ എന്നുള്ളത് നേരത്തെ വെള്ളായിയപ്പൻ മനസ്സിലാക്കിയിരുന്നു. കയ്യിൽ ഘടികാരമില്ലെങ്കിലും ഒരു കർഷകന്റെ ജന്മസിദ്ധിയിലൂടെ വെള്ളായിയപ്പൻ സമയം മനസ്സിലാക്കി. വെള്ളായിയപ്പൻ ഒരു പേറ്റിച്ചിയെ പോലെ മകന്റെ മൃതദേഹം ഏറ്റുവാങ്ങി. പേറ്റിച്ചി എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് പ്രസവം എടുക്കുന്നതിന് വേണ്ടി വളരെയധികം കഴിവുള്ള സ്ത്രീകളെ ചുമതലപ്പെടുത്തിയിരുന്നു. അപ്പൊ അവരാണ് പ്രസവം എടുത്തിരുന്നത്. അപ്പൊ അവരുടെ കൈകളിലേക്കാണ് ആദ്യമായി കുട്ടികൾ വരിക. ജീവനുള്ള ശരീരമായിരിക്കും. പക്ഷെ ഇവിടെ പേറ്റിച്ചിയെ പോലെ മൃതദേഹം ഏറ്റുവാങ്ങുമ്പോൾ പേറ്റിച്ചി ജീവനുള്ള ശരീരമാണ് ഏറ്റുവാങ്ങാറുള്ളത്. പക്ഷെ ഇവിടെ വെള്ളായിയപ്പൻ മകന്റെ ജീവനില്ലാത്ത ശരീരമാണ് ഏറ്റുവാങ്ങുന്നത്. പേറ്റിച്ചി വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ടാണ് കുട്ടികളെ കയ്യിലെടുക്കുക. അതേപോലെ വെള്ളായിയപ്പൻ തൻ്റെ മകനെ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ഏറ്റുവാങ്ങുന്നു. അതാണ് പേറ്റിച്ചിയെ പോലെ എന്ന പ്രയോഗത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ശ്രദ്ധ വെള്ളായിയപ്പന് തൻ്റെ മകനോടുള്ള സ്നേഹം എത്രമാത്രം ഉണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മൃതദേഹം സംസ്കരിക്കാമെന്ന് പറയുന്നു. പക്ഷേ വെള്ളായിയപ്പന് തൻ്റെ മകന്റെ മൃതദേഹം വേണ്ടതുപോലെ സംസ്കരിക്കാനും പോലും കഴിവില്ലാത്ത വിധം ദരിദ്രനായിരുന്നു. ദാരിദ്ര്യം നല്ലതുപോലെ വേട്ടയാടിയിരുന്നു വെള്ളായിയപ്പൻ. അതുകൊണ്ട് തന്നെ ഇഷ്ടമുള്ള രീതിയിൽ മകന്റെ ശവസംസ്കാരം നടത്താൻ പോലും സാധിക്കാത്ത നിസ്സഹായനായ ദരിദ്രനായ അച്ഛനെ വെള്ളായിയപ്പനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മൃതദേഹം പട്ടണത്തിൻ്റെ ഒഴിഞ്ഞ ഭാഗത്തുള്ള ഒരു വെളിപ്രദേശത്ത് സംസ്കരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നു. മൃതദേഹം മണ്ണിട്ട് മൂടുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി വെള്ളായിയപ്പൻ തൻ്റെ മകന്റെ മുഖം നോക്കുന്നുണ്ട്. ആ നെറ്റിമേൽ കൈവച്ച് അവസാനമായി വെള്ളായിയപ്പൻ തൻ്റെ മകനെ അനുഗ്രഹിക്കുന്നു. വെള്ളായിയപ്പൻ വെയിലത്ത് അലഞ്ഞു നടന്ന് കടപ്പുറത്തെത്തി. ആദ്യമായി കടൽ കാണുകയാണ് വെള്ളായിയപ്പൻ. കൈപ്പടങ്ങളിൽ എന്തോ നനഞ്ഞു കുതിരുന്നുണ്ട്. വഴിയാത്രയിൽ കഴിക്കുന്നതിന് വേണ്ടി കോടച്ചി കെട്ടിത്തന്ന പൊതിച്ചോറാണ്. അതിൻ്റെ കെട്ടഴിച്ച് അന്നം വെള്ളായിയപ്പൻ നിലത്തേക്ക് എറിഞ്ഞു. വെയിലിന്റെ മുകൾ തട്ടിൽ എവിടെ നിന്നോ ബലിക്കാക്കകൾ അന്നം കൊത്താൻ ഇറങ്ങി വന്നു. യഥാർത്ഥത്തിൽ മക്കള് അച്ഛന് വേണ്ടിയാണ്, മാതാപിതാക്കൾക്ക് വേണ്ടിയാണ് ബലിയിടാറുള്ളത്. ഇവിടെ മകന് ബലിയിടേണ്ടി വരുന്ന അച്ഛൻ്റെ നിസ്സഹായ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആ പൊതിച്ചോറ് ഈ കഥയിലെ ഒരു പ്രധാന കഥാപാത്രം തന്നെയാണ്. ആ പൊതിച്ചോറ് കെട്ടിക്കൊടുക്കുന്ന സമയത്ത് കോടച്ചി ഒരുപാട് കരഞ്ഞിട്ടുണ്ട് മകനെ ഓർത്ത്. ആ യാത്രയിൽ ഒരു കരുതലായിട്ട് ഈ പൊതിച്ചോറ് മാത്രമായിരുന്നു വെള്ളായിയപ്പൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ആ പൊതിച്ചോറ് മകന് കൊടുക്കാൻ സാധിക്കുന്നില്ല, അത് പുളിച്ചു പോയിരിക്കുന്നു.
അങ്ങനെ ആ ഒരു പൊതിച്ചോറ് മകന്റെ ബലിച്ചോറായി കൊടുക്കേണ്ടി വരുന്ന നിസ്സഹായന്റെ നിലവിളിയായിട്ട് ആ പൊതിച്ചോറ് കഥയിൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മകനെ കാണുന്നതിന് വേണ്ടി വെള്ളായിയപ്പൻ നടത്തിയ യാത്ര നമ്മുടെ മനസ്സിനെയും വളരെയധികം വീർപ്പുമുട്ടിക്കുന്നു. കടൽ തീരത്ത് എന്ന പേര് തലവാചകം ഈ കഥയ്ക്ക് വളരെയധികം ചേരുന്നുണ്ട്. കടൽ ചിലപ്പോൾ ശാന്തമായിരിക്കും, ചിലപ്പോൾ പ്രക്ഷുബ്ധവുമായിരിക്കും. ഇവിടെ വളരെ വലിയൊരു ദുഃഖം വെള്ളായപ്പന്റെ മനസ്സിലുണ്ട്. ആ ദുഃഖം അടക്കി പിടിച്ചുകൊണ്ടാണ് യാത്ര തുടരുന്നത്. പിന്നീട് ആരുമില്ലാത്ത സമയത്ത് ആ ദുഃഖം അണപൊട്ടി കണ്ണീരായി ഒഴുകുന്നുണ്ട്. അപ്പോൾ കടൽ തീരത്ത് എന്ന് പറയുമ്പോൾ കടൽ പോലെ പ്രക്ഷുബ്ധമായ വെള്ളിയുടെ മനസ്സിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. സങ്കടക്കടൽ അല്ലെങ്കിൽ കണ്ണീരിന്റെ കടൽ എന്നൊക്കെ ആ ഒരു തലവാചകത്തെ നമുക്ക് വിശേഷിപ്പിക്കാം. ആ അർത്ഥത്തിൽ വളരെ വലിയ ഒരു സങ്കടക്കടലുമായി യാത്ര തുടരുന്ന വെള്ളായിയപ്പന്റെ കഥ പറയുന്ന ഒരു കഥയായതുകൊണ്ട് തന്നെ കടൽ തീരത്ത് എന്ന കഥ, കടൽ തീരത്ത് എന്ന തലവാചകം ഈ കഥയ്ക്ക് വളരെയധികം യോജിക്കുന്നുണ്ട്. വെള്ളായിയപ്പൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ സവിശേഷതകൾ നമ്മളൊന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട്. വളരെയധികം നിരക്ഷരനാണ് അല്ലെ. ആ ഒരു കടലാസിൽ എന്താണ് എഴുതിയത് എന്നുള്ളത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത ആള്. പാഴുതറ എന്ന ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് പോകാനോ പോയി അത്രയൊന്നും പരിചയമില്ലാത്ത, ലോകപരിചയമില്ലാത്ത വെള്ളായപ്പൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ സംഭാഷണങ്ങളൊക്കെ ആ ഒരു പാഴുതറ എന്ന് പറയുന്ന ഗ്രാമത്തിന്റെ സാധാരണക്കാരായ ആളുകൾ സംസാരിക്കുന്ന ഭാഷയാണ്. അപ്പോൾ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരാളാണ് വെള്ളായപ്പൻ എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒരു കർഷകനായിരുന്നു അല്ലെ. മകന്റെ വധശിക്ഷയുടെ സമയം വാച്ചില്ലെങ്കിൽ പോലും അല്ലെ, കർഷകന്റെ ആ ഒരു ജന്മസിദ്ധി അതുപയോഗിച്ചുകൊണ്ട് സമയം മനസ്സിലാക്കുന്നു. അവിടെ കർഷകനാണ് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ നിരക്ഷരനാണ്, കർഷകനാണ്, ദരിദ്രനാണ്. മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? നല്ല ബന്ധം എല്ലാവരുമായിട്ടുണ്ട് അല്ലെ. കുട്ടിയസൻ മാപ്പിളയുമായിട്ടും നീലിയുമായിട്ടും ആ ഗ്രാമത്തിലെ എല്ലാവരുമായിട്ട് നല്ലൊരു ബന്ധമുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരുടെയും ദുഃഖമായിട്ട് മാറുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഒരുപാട് തരത്തിലുള്ള പ്രത്യേകതകളുള്ള, നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന ഒരു കഥാപാത്രമായിട്ട് വെള്ളായിയപ്പനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കഥ നല്ലതുപോലെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഒരു പഠന പ്രവർത്തനം നോട്ട് ചെയ്തോളൂ. കഥാപാത്ര നിരൂപണം വെള്ളായിയപ്പൻ. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.